ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചക്ര മീഡിയ. എല്ലാവർക്കും ചക്ര മീഡിയയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്നൊരു ചെറിയൊരു വീഡിയോയാണ് കേട്ടോ പിടിച്ചിരിക്കുന്നത്. ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അവിടെ വൈമാളി പോയപ്പോൾ തൃപ്രയാർ ലുലു മാൾ അവിടെ നിന്ന് മേടിച്ചാണ്. അത് ഞാൻ ഒരു കൈ കൊണ്ട് പൊട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നമ്മുടെ വെറൈറ്റി ക്രിയേഷൻസാണ് ചക്ര മീഡിയ ആയിട്ട് പേര് മാറ്റിയതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കാണുന്നവരൊക്കെ. അത് നിങ്ങൾക്കാർക്കും ഒരു ഛേദമില്ലാത്ത ഒരു ഹെൽപ്പല്ലേ, നമ്മളാർക്കെങ്കിലും മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നതല്ലേ നല്ലത്. അപ്പോൾ അതേ മാരിനേറ്റ് ചെയ്തിരിക്കുന്ന ചിക്കൻ ഇപ്പം ഞാൻ ഓൾറെഡി ചീനിച്ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. വളരെ ചെറിയൊരു വീഡിയോയാണ്, ഒറ്റയ്ക്ക് പിടിക്കുന്നുണ്ട്, വലിയ ദീർഘിപ്പിച്ച് പിടിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചായിരുന്നു, അതിൻ്റെ വീഡിയോ പിടിച്ചിട്ട്, അതുകൊണ്ട് ഇച്ചിരി ഒഴിച്ച് നിങ്ങളെ കാണിച്ചാണ്. അപ്പോൾ വറുക്കാൻ ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഞാൻ 1/2 കിലോ മാരിനേറ്റ് ചെയ്ത ചിക്കനാണ് മേടിച്ചത്. അത് 1 കിലോയ്ക്ക് 380 രൂപയാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഓരോന്നും ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതുപോലെയുള്ള ചിക്കനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ് പണി. പെട്ടെന്ന് തന്നെ ഒരു വഴിക്കൊക്കെ പോയിട്ട് വന്നു കഴിയുമ്പോൾ വീണ്ടും നമ്മളിതെല്ലാം എടുത്ത് ശരിയാക്കി പിന്നെ ഇങ്ങനെ എല്ലാം ചെയ്യുമ്പോൾ ഭയങ്കര താമസമല്ലേ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ ഇങ്ങനെ മാരിനേറ്റ് ചെയ്തൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുവാണെങ്കിൽ നമുക്ക് പിന്നെ പെട്ടെന്ന് അങ്ങ് ഇത് ചെയ്തെടുത്താൽ മാത്രം മതിയല്ലോ. ഇതുപോലെ ഇട്ട് വറുത്തെടുത്താൽ പെട്ടെന്ന് തന്നെ അതായി കിട്ടും. അപ്പോൾ നമുക്ക് ഫുഡ് വേറെ കഴിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളിതെല്ലാം ക്ലീൻ ചെയ്യാനൊക്കെ ഒരുപാട് താമസമല്ലേ, പിന്നെ മാരിനേറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് താമസം വരും. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇങ്ങനെ ഉള്ള ഇത് മേടിക്കുമായിരിക്കും നല്ലത്. മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ വാങ്ങിച്ചാൽ വളരെ നല്ലതായിരിക്കും. അങ്ങനെ വാങ്ങിച്ച് ഇട്ട് ഒന്ന് തിരിച്ചിട്ട് നോക്കാം. തിരിച്ചിടാറായില്ലായിരുന്നു, ശരിക്കും മൂത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് തിരിച്ചിടാൻ പാടെന്ന് തോന്നുന്നു. എന്നാലും എല്ലായിടത്തും ഒന്ന് എണ്ണ പിരളാൻ വേണ്ടി ഞാൻ തിരിച്ചിടുകയാണ്. അപ്പോൾ ഇത് ഞാൻ അന്ന് ഇതിൽ വറുത്ത് കഴിഞ്ഞ് ഈ എണ്ണയിൽ ഞാൻ പിന്നെ ഒരു കവറ് പപ്പടം വറുത്തു. പിന്നെ അങ്ങനെ 1-2 സംഭവങ്ങൾ ചെയ്യാനുള്ള എണ്ണ വീണ്ടും ബാലൻസ് ആയിരുന്നു. വെളിച്ചെണ്ണയിലാണ് ഞാനിതെല്ലാം ചെയ്യാറുള്ളത്, കറിയെല്ലാം വെക്കാറുള്ളൂ. അപ്പോൾ ഞാനിത് 2 പ്രാവശ്യമായിട്ടാണ് വറുത്ത് എടുത്തിരിക്കുന്നത്. ആദ്യം ഇത്രയും ഇട്ട്, ഇനി ഇതുപോലെ ഒരു പ്രാവശ്യത്തേനും കൂടെ ഇടാനുള്ളത് ഉണ്ട്. അത്രയേ ഉള്ളൂ. 1/2 കിലോ വാങ്ങിച്ച് വറുത്താൽ ചിക്കൻ 65 പോലെ ഇരുന്നു. അപ്പം നമ്മൾ ഇങ്ങനെ പുരട്ടിയൊക്കെ എടുത്താൽ ഈ ഒരു മണമൊന്നും കിട്ടത്തില്ല. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ മണമുള്ള ചിക്കനായിരുന്നു കേട്ടോ. പിന്നെ നല്ല ടേസ്റ്റി ആയിരുന്നു. നമ്മളെത്ര മാരിനേറ്റ് ചെയ്താലും ഈ ഒരു സ്മെല്ലൊന്നും വരത്തില്ല. പിന്നെ ലുലുമാളിൽ പോയാൽ പിന്നെ കിട്ടാത്ത സാധനമൊന്നുമില്ല, എല്ലാവർക്കും അറിയാമല്ലോ. കോഴിയെ നിർത്തി പൊരിച്ച് വെച്ചിട്ടുണ്ട്, എങ്ങനെ വേണേലും നമുക്ക് വാങ്ങിച്ചുകൊണ്ട് വരാം. ഞാൻ 2ാം ട്രിപ്പ് ഇട്ട് അത് മറിച്ചിടുകയാണ്. അത് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് മൂത്തപ്പം മാത്രമാണ് ഞാൻ നിങ്ങളെ വീഡിയോ പിടിക്കുന്നത് കേട്ടോ. കുറേ സമയം എടുത്താണ് മൂത്തത്. അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ പെട്ടെന്ന് ആയ പോലെ നമുക്ക് തോന്നുന്നത്. എല്ലാ വീഡിയോയിലും അങ്ങനെയാണല്ലോ, എല്ലാവരുടെ വീഡിയോയിലും. അതിതാണ് കാരണം. നമ്മൾ വീഡിയോ മൂത്ത് കഴിയുമ്പോൾ പിടിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് മൂത്ത് വന്ന് തോന്നും, കുറേ സമയം എടുത്ത് മൂക്കാൻ. അപ്പോൾ നല്ലോണം മുരിഞ്ഞ് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ചിക്കൻ 65 എന്ന് ഞാനങ്ങ് പറയുക കേട്ടോ. ചിക്കൻ 65 റെഡിയായി. അവരിപ്പോൾ ഓൾറെഡി മല്ലിയിലയൊക്കെ ഇട്ട് ഒക്കെയാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നാലും ഞാൻ കുറേ കൂടെ വറുത്ത് കഴിഞ്ഞ് മല്ലിയിലയൊക്കെ ഇട്ട് കറിവേപ്പിലയും കൂടെ നമുക്ക് കുറച്ച് വറുത്ത് അതിൻ്റെ മുകളിലിടാം. കറിവേപ്പില മൂത്തത് കിലുകിലാന്ന് ശബ്ദമായി, കിലുകിലാരവമായി കറിവേപ്പില മൂത്തിട്ട്. അപ്പോൾ നമുക്ക് അതും കൂടി എടുത്ത് അതിൻ്റെ ചിക്കൻ 65ൻ്റെ മുകളിലോ എങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞത് അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം. ലാംഗ്വേജ് മലയാളത്തിൽ ഏത് വാക്കുകൾ വേണേലും ഇഷ്ടം പോലെ വാക്കുകളുടെ പദധാരാളിത്തമുള്ളൊരു ഭാഷയാണ് നമ്മുടെ മലയാളം. അപ്പോൾ നമുക്ക് ഏത് വാക്ക് വേണേലും ഉപയോഗിക്കാം. പിന്നെ ഓരോ നാടിനും ഓരോ മലയാള ഭാഷകളുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ പദധാരാളിത്തം ഉള്ളൊരു ഭാഷ കിട്ടിയവർ നമ്മൾ അനുഗ്രഹീതരാണ്, മലയാള ഭാഷ. അതുപോലെ തന്നെ മലയാളം പറയാൻ പഠിച്ചവർക്ക് ഏതൊരു ഭാഷ അനായാസം പറയാൻ സാധിക്കും. മറ്റുള്ള ഭാഷക്കാരെ പോലെയല്ല. അവർക്കൊക്കെ നമ്മുടെ മലയാളം പറയാൻ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടും. നമുക്ക് വളരെ എളുപ്പമാണ്. ഇനി അല്പം മല്ലിയില കൂടി ഇടുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ചിക്കൻ 65 റെഡിയായി. ഞാൻ ഓൾറെഡി കുറച്ച് സബോളയൊക്കെ അരിഞ്ഞൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെ അലങ്കരിച്ച പോലൊക്കെ കാണിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇത് ഇങ്ങനെ ശരിയാക്കി എടുത്തിട്ടുണ്ട് ചിക്കൻ 65. വളരെ പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്നൊരു സംഭവമാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ, ഹാവ് എ നൈസ് ഡേ.